ഹലോ, ഞാൻ ഡോക്ടർ മീനുലിസ് മാത്യു, ഡെർമാവിയ കൊച്ചിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കഴുത്തിന് ചുറ്റുമുള്ള കരിവാളിപ്പിനെ കുറിച്ചാണ്. നമ്മൾ അത് ചെളിയാണെന്ന് വിചാരിച്ച് കുറെ പേര് അത് കൂടുതൽ സ്ക്രബ് ചെയ്ത് കളയാനൊക്കെ ശ്രമിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പിഗ്മെന്റേഷന്റെ കാരണം എന്തെന്നാണ്. രണ്ട് മെയിൻ കാരണങ്ങൾ കൊണ്ടാണ് കഴുത്തിന് ചുറ്റും കരിവാളിപ്പ് ഉണ്ടാവുന്നത്. ഒന്ന് ഫ്രിക്ഷൻ, രണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഫ്രിക്ഷൻ അതായത് നമ്മൾ ഒത്തിരി ഉരച്ച് ലൂഫ, ചകിരി, ഇഞ്ചൊക്കെ ഉപയോഗിച്ച് ഒത്തിരി സ്ക്രബ് ചെയ്ത് ആ ഭാഗം കുളിക്കുവാണെങ്കിൽ ഫ്രിക്ഷൻ കാരണം ഒരു പിഗ്മെന്റേഷൻ ഉണ്ടാകും. അതുപോലെ ഒത്തിരി അരം വരുന്ന നെക്ലേസുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്ഥിരമായി ഉപയോഗിക്കുക, അത് ഉപയോഗിച്ച് കിടന്നുറങ്ങുക, അങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ അത് അവിടെ ഉരഞ്ഞുരഞ്ഞ് ഫ്രിക്ഷൻ ഉണ്ടായി ഒരു പിഗ്മെന്റേഷൻ ഉണ്ടാകും. അതുപോലെ ഒത്തിരി സ്റ്റിഫായിട്ട് തേച്ച് കഞ്ഞിയൊക്കെ ആക്കിയ കോളറുകൾ അല്ലെങ്കിൽ ഒത്തിരി ടൈറ്റായ ക്ലോത്ത്സ് അവിടെ കൂടുതൽ നേരം ടഗ് ചെയ്യുവാണെങ്കിൽ പിഗ്മെന്റേഷൻ ഉണ്ടാകാം. ഇതെല്ലാമാണ് ഫ്രിക്ഷൻ വഴി ഉണ്ടാകുന്ന പിഗ്മെന്റേഷന്റെ റീസൺസ്. അടുത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? നമ്മുടെ ശരീരത്തിൽ നോർമലായി ഉൽപ്പാദിക്കപ്പെടുന്ന ഇൻസുലിൻ യൂട്ടിലൈസ് ചെയ്യാതെ വരുന്നു. അപ്പോൾ കൂടുതൽ ഇൻസുലിൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നു. അതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ കൂടുന്നതിനോടൊപ്പം ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ IGF-ഉം കൂടുന്നു. ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ കട്ടിവെപ്പിക്കുന്നു. അതാണ് അക്കാൻതോസ് നൈഗ്രിക്കൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കഴുത്തിന് ചുറ്റുമുള്ള കരിവാളിപ്പും ഒരു കട്ടിപ്പും. അക്കാൻതോസ് നൈഗ്രിക്കൻസ് ഒരു മെറ്റബോളിക് അസുഖത്തിന്റെ ഒരു സ്കിൻ മാർക്കറാണ്. ഏതാണ് മെറ്റബോളിക് അസുഖങ്ങൾ? ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കൂടുതൽ അളവിലുള്ള കൊളസ്ട്രോൾ, സ്ത്രീകളിൽ കാണുന്ന ഹോർമോണൽ ഡിസോർഡറായ PCOD, ഇതെല്ലാം മെറ്റബോളിക് ഡിസോർഡേഴ്സിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ആൾക്കാരിൽ അസോസിയേറ്റഡ് ആയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും IGF കൂടുതലായ അളവിലുള്ളത് കൊണ്ട് അക്കാൻതോസ് നൈഗ്രിക്കൻസ് സ്കിന്നിൽ കാണപ്പെടുകയും ചെയ്യുന്നു. അക്കാൻതോസ് നൈഗ്രിക്കൻസ് നെക്കിലും എൽബോ, നീ, നക്കിൾസ്, അണ്ടർ ആംസ് തുടങ്ങിയ ഭാഗങ്ങൾ പിഗ്മെന്റേഷൻ ആയിട്ടും സ്കിന്നിന്റെ കട്ടിപ്പായിട്ടും കാണപ്പെടുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ഒട്ടും അനങ്ങാതെയുള്ള ജോലിയാണ്. ഇതുപോലെ ഡെസ്ക്ടോപ്പിലൊക്കെ ഇരുന്ന് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ ഡയറ്റിൽ തീരെ ശ്രദ്ധയില്ലാതെ ഒത്തിരി ഹൈ കലോറി ഡയറ്റ്, കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഷുഗേഴ്സ് കൂടുതലൊക്കെ അളവിലെടുക്കുവാണെങ്കിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡയറ്റ് ആൻഡ് എക്സസൈസ്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് നിർബന്ധമാക്കുക. എക്സസൈസ് ആഴ്ചയിൽ 5 ദിവസം. ജിമ്മിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് സ്പീഡിൽ നടക്കുകയെങ്കിലും ചെയ്യുക. 45 മിനിറ്റ് ഒരു ദിവസം. അങ്ങനെ ഒരു നല്ല ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ മാത്രമേ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് അക്കാൻതോസ് നൈഗ്രിക്കൻസ് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഓൾറെഡി ഇത് ഡെവലപ്പ് ചെയ്തു, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായത്തോടെ നെസസറി ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക. ഹോമോ IR എന്ന് പറഞ്ഞ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്ത് ഇല്ലെന്ന് ഉറപ്പാക്കുക. ഇനി അഥവാ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ് ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ് ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ്. വന്ന കട്ടിപ്പ് കുറയ്ക്കാനായിട്ട് നമുക്ക് റെറ്റിനോയിഡ് ബേസ്ഡ് ക്രീംസ് ഉണ്ട്. അതുപോലെ അമോണിയം ലാക്റ്റേറ്റ് പോലെയുള്ള മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. വന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് എക്സ്ഫോളിയേറ്റിംഗ് പീൽസ് ലഭ്യമാണ്. റെറ്റിനോയിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, TCA, ഗ്ലൈക്കോളിക് ഒക്കെ അടങ്ങിയിട്ടുള്ള പീൽസ് ഹെൽപ്ഫുൾ ആണ്. വർഷങ്ങളായി മാറാതെയുള്ള കരിവാളിപ്പ് കഴുത്തിന് ചുറ്റും നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു ഡെർമറ്റോളജിസ്റ്റിനെയോ എൻഡോക്രൈനോളജിസ്റ്റിനെയോ കണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലെന്ന് ഉറപ്പാക്കുക. അതുകൂടാതെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആൻഡ് എക്സസൈസ് റെജിമിനിലൂടെ തീർച്ചയായും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്ത് അക്കാൻതോസ് നൈഗ്രിക്കൻസ് ഇല്ലാതാക്കാനും ഒരു ഹെൽത്തി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. താങ്ക് യു.